ബിഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന പുരസ്കാരം. മരണാനന്തര ബഹുമതിയായിട്ടാണ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകാൻ തീരുമാനിച്ചത്. ബിഹാറിൽ 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂർ ജനനായകൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ശക്തനായ നേതാവായിരുന്നു. സംസ്ഥാനത്തെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായിരുന്നു. പി ബസന്ത് വിവരങ്ങളുമായുണ്ട്. ബസന്ത്, വിശദാംശങ്ങൾ. ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകുക വഴി തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയൊരു രാഷ്ട്രീയ നീക്കമാണ് BJP സർക്കാർ നടത്തിയിരിക്കുന്നത്. ബീഹാറിൽ 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂർ വലിയ തോതിലുള്ള സാമൂഹ്യ പരിഷ്കർത്താവായും അതോടൊപ്പം തന്നെ ഭൂപരിഷ്കരണത്തിന്റെ നേതാവായും ഒക്കെയാണ് അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇപ്പോൾ ട്വിറ്ററിൽ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകുന്ന വിവരം അറിയിച്ചിരിക്കുന്നത്. ജനനായകൻ കർപ്പൂരി ഠാക്കൂറിന് ഈ ഭാരതരത്ന നൽകുക വഴി അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇത് കർപ്പൂരി ഠാക്കൂറിന്റെ 100ാം ജന്മവാർഷിക ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ എന്ന് പ്രധാനമന്ത്രി കുറിച്ചിരിക്കുന്നു. പാവപ്പെട്ടവരുടെയും അതോടൊപ്പം തന്നെ താഴെത്തട്ടിലുള്ളവരുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയും പ്രവർത്തിച്ച വ്യക്തിയാണ് കർപ്പൂരി ഠാക്കൂർ എന്ന് പ്രധാനമന്ത്രി തന്റെ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിനെ വിലയിരുത്താൻ കഴിയും. മധ്യപ്രദേശിൽ മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഉത്തർപ്രദേശിലെ യാദവ വോട്ടുകളെ ലക്ഷ്യമിട്ടിരിക്കുന്ന BJP ബീഹാറിൽ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകിക്കൊണ്ട് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് അവിടെയുള്ള വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.